ഹാഫിദ് ഇബ്നു അഹ്മദ് അൽ ഹക്കമി റഹിമഹുല്ല അവരുടെ അഖീദ സംബന്ധിച്ച കവിത സുല്ലമുൽ ഉസൂൽ ഇലാ മബാഹിസി ഇൽമിൽ ഉസൂൽ, ഓഡിയോ നമ്പർ 9. وهو الذي يرى دبيب الذر في الظلمات فوق سم الصخر وسامع للجهر والإخفاء بسمعه الواسع للأصوات وهو الذي يرى دبيب الذر في الظلمات فوق سم الصخر وهو അവൻ അല്ലാഹു അല്ലാതെ എങ്ങനെയുള്ളവനാണ്? യറ അവൻ കാണുന്നു, ദബീബദ്ദരി ദബീബ് എന്ന് പറഞ്ഞാൽ അരിച്ചിൽ ശബ്ദം, അരിച്ചരിച്ച് പോകുന്ന ശബ്ദം. അദ്ദരി ദർ എന്ന് പറഞ്ഞാൽ ആറ്റെന്നൊക്കെ അർത്ഥമുണ്ട്. ഉറുമ്പ്, ചെറിയ ഉറുമ്പിന് പറയും. അപ്പം ചെറിയ കുഞ്ഞനുറുമ്പിൻ്റെ അരിച്ചരിച്ച് പോകുന്ന ശബ്ദം. ഫിൽദുലുമാത്തി ഇരുട്ടുകളിൽ, കൂരാക്കൂരി ഇരുട്ടിൽ, ഫൗക സുമ്മിഷ് സഹരി പാറ മുകളിൽ, കരിമ്പാറക്ക് മുകളിൽ ഇരുട്ടിൽ, കൂരിരുട്ടിൽ കുഞ്ഞനുറുമ്പിൻ്റെ അരിച്ചരിച്ച് പോകുന്ന ശബ്ദവും അറിയുന്നവൻ ആണ് ആര്? കേൾക്കുന്നവൻ ആണ് ആര്? അല്ലാഹു. വസാമിഉൻ ലിൽ ജഹരി വൽ ഇഖ്ഫാത്തി ബിസംഇഹിൽ വാസിഇ ലിൽ അസ്വാതി. വസാമിഉൻ കേൾക്കുന്നവനാണ്, ലിൽ ജഹരി ഉറക്കെ പറയുന്നത്, വൽ ഇഖ്ഫാത്തി പതുക്കെയുള്ള ശബ്ദങ്ങൾ, ബിസംഇഹി അവന്റെ കേൾവി കൊണ്ട്, അൽ വാസിഇ വിശാലമായ, ലിൽ അസ്വാതി ശബ്ദങ്ങൾക്ക്. അപ്പോൾ ജഹ്മിയാക്കൾ പറഞ്ഞിരുന്നത്, അവരുടെ വാദം, പുത്തൻവാദികളായിട്ടുള്ള പിഴച്ച കക്ഷികളായ ജഹ്മികളുടെ വാദം എന്തായിരുന്നു? അള്ളാഹു അസ്സമീ, അവർ അള്ളാഹു സമീഅ ബസീറ അല്ല. കാരണം അങ്ങനെയാകുമ്പോൾ സൃഷ്ടിക്ക് സദൃശമാകുന്നു, കേൾവിയോ കാഴ്ചയോ ഇല്ല. മുഅ്തസിലികളാണെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറഞ്ഞു, അള്ളാഹു സമീഉം ബസീറാണ്, പക്ഷേ അത് സമഉം ബസറും ഇല്ലാത്ത സമീഉം ബസീറ, കേൾവിയും കാഴ്ചയും എന്ന കേൾവിയില്ലാതെ ഇല്ലാതെ കേൾക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. അപ്പം എന്തായി? അള്ളാഹുവിൻ്റെ സിഫത്ത് ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിൻ്റെ ആ നാമം ഉൾക്കൊള്ളുന്ന സിഫത്തിനെ അവർ നിഷേധിച്ചു എന്നതാണ്. അപ്പം അതുകൊണ്ടായിരിക്കും വിശാലമായ അവൻ്റെ സമഅ കൊണ്ട് കേൾക്കുന്നവൻ എന്ന് തന്നെ. ഇൽമുഹു ബിമാ ബദാ വമാ ഖഫി അഹാത ഇൽമൻ ബിൽ ജലിയി വൽ ഖഫി. ഇൽമുഹു അല്ലാഹുവിൻ്റെ ഇൽമു, അല്ലാഹുവിൻ്റെ അറിവ്, ബിമാ ബദാ വെളിപ്പെട്ടത് സംബന്ധിച്ച് ഉള്ളതാണ്, വമാ ഖഫി മറഞ്ഞു കിടക്കുന്നതും. അപ്പോൾ വെളിപ്പെട്ട് കിടക്കുന്നതും മറഞ്ഞു കിടക്കുന്നതും എല്ലാം അള്ളാഹു അറിയും. അഹാത ഇൽമൻ ബിൽ ജലിയി വൽ ഖഫി. അഹാത ചൂഴ്ന്നിരിക്കുന്നു, വലയം ചെയ്തിരിക്കുന്നു, ഇൽമൻ ഇൽമിനാൽ, അള്ളാഹു അവൻ്റെ ഇൽമിനാൽ വലയം ചെയ്തിരിക്കുന്നു, വലയം ചൂഴ്ന്നിരിക്കുന്നു, ബിൽ ജലിയി ജലിയെ വ്യക്തമായത്, വൽ ഖഫിയെ മറഞ്ഞതും. അപ്പോൾ വ്യക്തമായതും മറഞ്ഞതും ആയിട്ട് കിടക്കുന്ന സകലതിനെയും അള്ളാഹുവിൻ്റെ ഇൽമ്, അല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ ഇൽമിനാൽ ചൂഴ്ന്നിരിക്കുന്നു എന്ന്. ഇതിൻ്റെ ശറഹ് ഐ വമിമ്മ അസ്ബതഹു അല്ലാഹു അസ്സ വജല്ല ലിനഫ്സിഹി വഅസ്ബതഹു ലഹു റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു അലീമുൻ ബിഇൽമിൻ വഅന്ന ഇൽമഹു മുഹീത്തുൻ ബിജമീഇൽ അഷ്യാഇ മിനൽ കുല്ലിയാത്തി വൽ ജുസിയാത്തി വഹുവ മിൻ സിഫാത്തിഹി ദാതിയ്യതി. അതായത് വമിമ്മ അസ്ബതഹു അല്ലാഹു അസ്സ വജൽ ലിനഫ്സിഹി, അല്ലാഹു അസ്സ വജൽ അവൻ്റെ സ്വന്തത്തിന്, അവൻ്റെ നഫ്സിന് സ്ഥിരപ്പെടുത്തിയ, അവൻ തന്നെ സ്ഥിരപ്പെടുത്തിയ അവൻ്റെ ഇൽമ് എന്ന സിഫത്ത്, വഅസ്ബതഹു ലഹു റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സ്ഥിരപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്ഥിരപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ അള്ളാഹു സ്ഥിരപ്പെടുത്തിയത് തന്നെയാണ്. പക്ഷെ ഒന്ന് അള്ളാഹുവിൻ്റെ കലാമിൽ, വിശുദ്ധ ഖുർആനിൽ ഒക്കെ സ്ഥിരപ്പെടുത്തിയത്, മറ്റത് ഹദീസുകളിൽ വന്നിട്ടുള്ളതും അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ചാണ്. അന്നഹു അലീമുൻ ബിഇൽമിൻ, അവൻ
ഇൽമ കൊണ്ട് അറിവുള്ളവനാണ്. അറിവ് എന്ന സിഫത്ത് കൊണ്ട് അള്ളാഹു ഇൽമ ഉള്ളവനാണ്, അലീമാണ്. അന്ന ഇൽമഹു, നിശ്ചയം അവൻ്റെ ഇൽമ് അറിവ് എന്നത് മുഹീത്തുൻ, അത് ചൂഴ്ന്നിരിക്കുന്നതാണ്, ചൂഴ്ന്ന് വലയം ചെയ്തിരിക്കുന്നതാണ്. ബി ജമീഇൽ അഷ്യാ, ഈ മുഴുവൻ വസ്തുക്കളെയും. മിനൽ കുല്ലിയാത്തി വൽ ജുസിയാത്തി, മൊത്തത്തിലും പാർട്സിലും. അപ്പോൾ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ അത് സമഗ്രമായിട്ട് കുല്ലിയാത്തായിട്ടും അതിൻ്റെ ഭാഗങ്ങൾ പാർട്സ് ആയിട്ടും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും അള്ളാഹുവിനറിയാം. വഹുവ മിൻ സിഫാത്തിഹി ദാത്തിയ്യതി, അവൻ്റെ അള്ളാഹുവിൻ്റെ ഇൽമ് എന്നത് അവൻ്റെ ദാത്തിയായ സിഫത്തുകളിൽപ്പെട്ടതാണ്. വഇൽമുഹു അസലിയ്യം ബി അസലിയ്യതിഹി, അവൻ്റെ ഇൽമ് എന്നത് അസലിയാണ്, പണ്ടക്കും പണ്ടേ ഉള്ളതാണ്. അവൻ്റെ അസലിയത്ത് കൊണ്ട്, അസലിയത്ത് പറഞ്ഞാൽ പണ്ടക്കും പണ്ടേ ഉള്ളത്, അതിനൊരു തുടക്കമില്ല. കാരണം അള്ളാഹുവിൻ്റെ ഇൽമ് അള്ളാഹു മുമ്പേ ഉള്ളവനാണ്, അവനൊരു തുടക്കമില്ല, അസലിയാണ്, അനാദിയിലുള്ളവനാണ്. അതേപോലെ തന്നെയാണ് അവൻ്റെ ഇൽമ്. കാരണം അവൻ്റെ സിഫാത്ത് ദാത്തിയത്തായിട്ടുള്ള സിഫത്തുകളിൽപ്പെട്ടതാണ്. വകദാലിക ജമീഉ സിഫാത്തിഹി, അപ്രകാരം തന്നെ അവൻ്റെ മുഴുവൻ വസ്തുക്കളും സിഫത്തുകളും. ഫഖദ് അലിമ തആല ഫിൽ അസലി ജമീഅ മാ ഹുവ ഖാലിഖുൻ വഅലിമ ജമീഅ അഹ്വാല ഖൽഖിഹി വഅർസാഖഹും വഅജാലഹും വഅഅമാലഹും വശഖാവതഹും വസആദതഹും വമൻ ഹുവ മിൻഹും മിൻ അഹ്ലിൽ ജന്നതി വമൻ ഹുവ മിൻഹും മിൻ അഹ്ലിൻ നാരി وعلم عدد أنفاسهم ولحظاتهم وجميع حركاتهم وسكناتهم أين تقوا ومتى تقوا وكيف تقوا كل ذلك بعلمه وبمرئي منه ومسمع لا تخفى عليه منهم خافية سواء في علمه الغيب والشهادة والسر والجهر والجليل والحقير لا يغزب عن مثله عن علمه مثقال ذرة في السماوات ولا في الأرض ولا في الدنيا ولا في الآخرة. എന്താണ് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ഇൽമിനെ കുറിച്ച് പറയണം. ഫഖദ് അലിമ തആല, അല്ലാഹു തആല അറിഞ്ഞിട്ടുണ്ട്. ഫിൽ അസലി, പണ്ടേ അസലിൽ തന്നെ. ജമീഅ മാ ഹുവ ഖാലിഖുൻ, അവൻ എന്തിൻ്റെയൊക്കെ സൃഷ്ടികർത്താവാണ് എന്നത്. അതായത് അള്ളാഹു എന്തൊക്കെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നത് അള്ളാഹുവിന് നേരത്തെ തന്നെ അറിയാം. വഅലിമ ജമീഅ അഹ്വാല ഖൽഖിഹി, അവൻ്റെ സൃഷ്ടികളുടെ മുഴുവൻ അവസ്ഥകളും അവൻ അറിഞ്ഞു. വഅർസാഖഹും, അവരുടെ വിഭവങ്ങളെ സംബന്ധിച്ച് അവർക്ക് എന്തൊക്കെ വിഭവങ്ങൾ കിട്ടാൻ പോകുന്നു. വആജാലഹും, അവരുടെ അജലുകൾ, അവധികൾ, ജീവനുള്ള വസ്തുക്കളുടെ അവരുടെ അവധികൾ എന്നുവരെയാണ്. എന്താണ് ഒരാൾ ഓരോരുത്തരും മരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതം തീരുന്നത്. അഅമാലഹും, അവരുടെ കർമ്മങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. വശഖാവതഹും, അവരുടെ പരാജയങ്ങളെ സംബന്ധിച്ച്. വസആദതഹും, അവരുടെ വിജയത്തെ സംബന്ധിച്ച്. ഇയാൾ വിജയിയാണോ പരാജയിയാണോ അള്ളാഹു നേരത്തെ അറിയാം. വമൻ ഹുവ മിൻഹും മിൻ അഹ്ലിൽ ജന്നത്തി, ആരൊക്കെയാണ് അവർ സ്വർഗത്തിൽ പോകുന്നത് എന്ന്. വമൻ ഹുവ മിൻഹും മിൻ അഹ്ലിൻ നാർ, ആരൊക്കെയാണ് അവർ നരകത്തിൽ പോകുക എന്നത്. വഅലിമ, അവൻ അറിഞ്ഞിട്ടുണ്ട്. അദദ അൻഫാസിഹിം, അവരുടെ ശ്വാസങ്ങളുടെ എണ്ണം, ശ്വാസോച്ഛ്വാസങ്ങളുടെ എണ്ണം. വലഹലാത്തിഹിം, അവരുടെ നിമിഷങ്ങളുടെ എണ്ണം. വജമിയ ഹറകാത്തിഹിം, അവരുടെ ചലനങ്ങളുടെ എണ്ണം, അവരുടെ മുഴുവൻ ചലനങ്ങളുടെയും. വസകനാത്തിഹിം, അവരുടെ അടക്കങ്ങളുടെയും. അതിൻ്റെ തക്കവ്, അത് എവിടെ സംഭവിക്കുന്നു. മത്താ തക്കവ്, എപ്പോൾ സംഭവിക്കുന്നു. കൈഫ തക്കവ്, എങ്ങനെ സംഭവിക്കുന്നു. കുല്ലു ദാലിക ബിഇൽമിഹി, അതെല്ലാം അവൻ്റെ ഇൽമിൽപ്പെട്ടതാണ്. വബിമർആമിൻഹു, അവൻ്റെ കാഴ്ചയിൽപ്പെട്ടതാണ്. വമസ്മഇൻ, അവൻ്റെ കേൾവി പരിധിയിൽപ്പെട്ടതാണ്. അവൻ്റെ കേൾവിക്ക് ഒരു പരിധിയില്ലല്ലോ. ലാ തഖ്ഫ അലൈഹി മിൻഹും ഖാഫിയ, ഒരു മറച്ചു വെക്കുന്നതും അവനിൽ നിന്നൊന്നും മറച്ചു വെക്കുന്നില്ല. സവാഉൻ ഫി ഇൽമിഹിൽ ഗൈബ് വശഹാദ, അവൻ്റെ ഇൽമിൽ ഗൈബും ഷഹാദത്തും തുല്യമാണ്, ഒക്കെ സെയിമാണ്. അവന് ഗൈബ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഗൈബിലെ അറിവ് പ്രത്യേകം, ഷഹാദ നമ്മൾ അലിമുൽ ഗൈബി ഷഹാദ എന്ന് പറയുമെങ്കിലും ഗൈബും ഷഹാദത്തും അള്ളാഹുവിന് തുല്യ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഗൈബ് എന്ന് പറഞ്ഞാൽ ഒന്ന് അദൃശ്യം എന്ന് പറഞ്ഞ സംഗതി ഇല്ല, എല്ലാം ദൃശ്യമാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൈബ് ആയതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ഗൈബ് അറിയുന്നവൻ എന്ന്. അവനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, സവാഉൻ ബി ഇൽമിഹി, സവാഉൻ ഫി ഇൽമിഹി അൽ ഗൈബ് വശഹാദ ഫി ഇൽമിഹി.
വസ്സിറു വൽ ജഹ്റു, അതേപോലെ സിറ് രഹസ്യവും വൽ ജഹ്റു പരസ്യവും, അല്ലെങ്കിൽ പതുക്കെ പറയുന്നു ഉറക്കെ പറയുന്നത്, രഹസ്യവും പരസ്യവും. വൽ ജലീലു മഹത്തായതും വൽ ഹഖീറു നിന്യമായതും അല്ലെങ്കിൽ നിസ്സാരമായതും. വലിയ സംഭവം അതേപോലെ നിസ്സാരമായ സംഭവം. ലാ യഅ്സുബു അൻ ഇൽമിഹി മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർള്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരു അണുമണി തൂക്കം അവൻ്റെ ഇൽമിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, അത് ഒഴിവല്ല.